വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിശ്വ ടീച്ചിങ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CRAയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന എക്സാമിന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് 15 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ ചോദ്യമാണ് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2030. കമ്പനീസ് ആക്ട് 2030യുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാ വർഷങ്ങളും തന്നെ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നോക്കി, 2018 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സി പാർട്ടിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2030 എന്ന്. ഇനിയിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട്. 2023 നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. നോക്കി, നെക്സ്റ്റ് ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പനി. അപ്പോൾ നോക്കി, ഈ ഒരു 2 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് എപ്പോഴും 15 മാർക്സിന് ചോദിക്കാറ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം പോവുക. ഇനി നോക്കി, നമുക്ക് 5 മാർക്സിന് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള നോക്കിക്കേ. ഗിവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് കമ്പനീസ് ലോ ഇൻ ഇന്ത്യ. അതേപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻസ് ഓഫ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. അതേപോലെ തന്നെ കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമ്മുടെ പഠിച്ച ഫീച്ചേഴ്സ് തന്നെ ഇവിടെ നമുക്ക് 5 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പനി. ഈ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പനി നമ്മളോട് പാർട്ടിൽ അതിൽ ഏതെങ്കിലും ഒരു കമ്പനി, അതായത് എന്താണ് പബ്ലിക് കമ്പനി അല്ലെങ്കിൽ എന്താണ് പ്രൈവറ്റ് കമ്പനി, എന്താണ് സബ്സിഡറി കമ്പനി, അങ്ങനെ പാർട്ടിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ടേം സബ്സിഡറി കമ്പനി. സബ്സിഡറി കമ്പനിയുടെ മീനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ നോക്കിയാൽ റൈറ്റ് ഇൻ നോട്ട് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. നമുക്കറിയാം കമ്പനിയും അതിൻ്റെ ഓണറിനെയും 2 എൻറ്റിറ്റി ആയിട്ട് അല്ലെങ്കിൽ 2 സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ആ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോക്കിയേ, ഇനി സെക്കൻഡ് മോഡ്യൂളിലേക്ക് വരുമ്പോൾ നോക്കിയേ 50 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന്. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോസ്പെക്ട്സ്. അതേപോലെ നോക്കിയാൽ എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു കൺവേർഷൻ ഓഫ് എ പബ്ലിക് കമ്പനി ഇൻ ടു പ്രൈവറ്റ് ആൻഡ് എ പ്രൈവറ്റ് കമ്പനി ഇൻ ടു എ പബ്ലിക് കമ്പനി. അതേപോലെ തന്നെ എന്താണ് എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയേഴ്സ് ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ കണ്ടന്റ് ഓഫ് മെമ്മോറാണ്ട ആൻഡ് ദയർ ഓൾട്രേഷൻസ്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അതിൻ്റെ കണ്ടന്റ്. അതേപോലെ തന്നെ നോക്കിയാൽ ആരാണ് പ്രൊമോട്ടർ, അതേപോലെ തന്നെ അവരുടെ ടൈപ്സ്, അതേപോലെ തന്നെ ഫംഗ്ഷൻസ്. അപ്പോൾ ഈ പ്രൊമോട്ടറൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നോക്കിയേ, നെക്സ്റ്റ് 5 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസ്പെക്ട്സ്. അതുപോലെ നോക്കിയേ വാട്ട് ഡു യു മീൻ ബൈ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം. ഇനി നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അതേപോലെ തന്നെ അതിൻ്റെ കണ്ടന്റും ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ കണ്ടന്റ്. ഇത് നമ്മൾ നോക്കിയ സി പാർട്ടിലും ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ബി പാർട്ടിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും അതിൻ്റെ കണ്ടന്റും. നെക്സ്റ്റ് ഓക്കെ, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആസ് പെർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം ഈ പറഞ്ഞിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്. അതേപോലെ തന്നെ നോക്കിയേ നെക്സ്റ്റ് ഓക്കെ, നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്ട്രാറിൻ്റെ മുമ്പിൽ ഫയൽ ചെയ്യേണ്ട ഡോക്യുമെന്റ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നോക്കിയാൽ എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് ഫോർ ഓൾട്രേഷൻസ് ഓഫ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഓക്കെ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ്. കമ്പനീസിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷനിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്താണ്. ഓക്കെ, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓൺ ദ പവർ ഓഫ് കമ്പനി ടു ഓൾട്ടർ ഇറ്റ്സ് മെമ്മോറാണ്ടം. ലിമിറ്റേഷൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ നോക്കിയേ റൈറ്റ് നോട്ട് ഓൺ റെമ്യൂണറേഷൻ ഓഫ് പ്രൊമോട്ടർ. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ്. അപ്പോൾ 2 വർഷങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് തേർഡ് മൊഡ്യൂളാണ്. അപ്പോൾ തേർഡ് മൊഡ്യൂളിലെ 50 മാർക്സ് ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ നോക്കി എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ. ഡിബെഞ്ചറിൻ്റെ ഇഷ്യൂവിനെയും അതേപോലെ തന്നെ റിഡംഷനെ സംബന്ധിച്ചിട്ടുള്ള പ്രൊവിഷൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5 മാർക്സ് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ എന്താണ് DVR, അതേപോലെ തന്നെ പബ്ലിക് ഓഫർ എന്താണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ്, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആസ് പെർ ദ കമ്പനീസ് ആക്ട്. അതേപോലെ നോക്കിയേ വാട്ട് ആർ ദ പണിഷ്മെൻറ്റ്സ് ഫോർ ഇംപേഴ്സണൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡർ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് സെക്യൂരിറ്റി. അതേപോലെ നോക്കിയേ ഡിബെഞ്ചറും ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ നോക്കിയേ എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ ഇഷ്യൂ ഓഫ് ഫർദർ ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അണ്ടർ ദ കമ്പനീസ് ആക്ട്.
ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് മോഡ്യൂളിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയേ. എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ. ഈ റെസൊല്യൂഷൻ തന്നെ നമ്മളോട് ബി പാർട്ടിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഉണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നോക്കിയാൽ എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ്. നമ്മൾ പ്രൊമോട്ടേഴ്സ് പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ റൈറ്റ്സ് എന്താണ്, ലൈബിലിറ്റീസ് എന്താണ് തുടങ്ങിയവയൊക്കെ നോക്കേണ്ടതാണ്. അതുപോലെ നോക്കിയാൽ എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ആനുവൽ റിട്ടേൺ ഓഫ് കമ്പനീസ്. Okay, explain the various modes of acquiring membership in a company. Explain the requirement of a valid notice. അതുപോലെ നോക്കിയാൽ വാട്ട് ഈസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ, എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് CSR, എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു CSR. ഇത്രയുമാണ് 15 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി 5 മാർക്സിലേക്ക് പോവുകയാണെങ്കിൽ നോക്കിയാൽ എക്സ്പ്ലെയിൻ ദ ലീഗൽ പൊസിഷൻ ഓഫ് ഡയറക്ടർ. ഡയറക്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡയറക്ടറും മെമ്പറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹു ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് എ കമ്പനി, ആർക്കാണ് ഒരു കമ്പനിയിലെ മെമ്പർ ആവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നോക്കിയാൽ ഹൗ ക്യാൻ എ ഡയറക്ടർ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ്. അതുപോലെ നോക്കിയേ എന്താണ് ഓർഡിനറി റെസൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളോട് എന്താണ് 15 മാർക്കിന് അതിൻ്റെ വേരിയസ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ നമ്മൾ ആ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓർഡിനറി റെസൊല്യൂഷനൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു പോയിക്കോളും. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ റൂൾസ് റിഗാർഡിംഗ് ദ കമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി ഹൂ ക്യാൻ ബിക്കം എ മെമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ഓൾറെഡി 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം കാര്യം തന്നെയാണ്. What are the methods of ascertaining the sense of meeting? അതുപോലെ നോക്കിയാൽ വാട്ട് ഈസ് വോട്ടിംഗ് ത്രൂ ഇലക്ട്രോണിക് മീൻസ്. ഹൗ ഈസ് കാഷ്വൽ വേക്കൻസി ഓഫ് ഓഡിറ്റർ ഫീൽഡ് ഇൻ എ കമ്പനി. വാട്ട് ഈസ് മെൻ ബൈ പാസിംഗ് എ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. അതുപോലെ നോക്കിയാൽ സ്റ്റേറ്റ് ദ റൂൾസ് റിഗാർഡിംഗ് ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ്. നെക്സ്റ്റ് 5th മോഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ നോക്കിക്കേ അവിടെ 15 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള നോക്കിയേ ഹൂ ഈസ് ആൻ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ, ഡിസ്കസ് ഹിസ് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ്. തന്നെ അതാണ് ഒഫീഷ്യൽ ലിക്വിഡേറ്റർ. ആരാണ് ഒഫീഷ്യൽ ലിക്വിഡേറ്റർ, അദ്ദേഹത്തിൻ്റെ പവേഴ്സും ഡ്യൂട്ടീസ് എക്സ്പ്ലെയിൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നോക്കിയാൽ എക്സ്പ്ലെയിൻ ദ ലൈബിലിറ്റീസ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ്. വിവിധ തരത്തിലുള്ള കോൺട്രിബ്യൂട്ടറീസിൻ്റെ ലൈബിലിറ്റീസ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിയേ ഡിസ്കസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. എന്താണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നോക്കിയേ മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചു പോകും, വോളണ്ടറി വൈൻഡിങ് അപ്പൊക്കെ അതിനകത്ത് വന്നോളും. നെക്സ്റ്റ് നോക്കിയാൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് റോൾസ് ആൻഡ് സ്റ്റാറ്റസ് ഓഫ് ലിക്വിഡേറ്റർ ഇൻ കമ്പൽസറി ആൻഡ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. കമ്പൽസറി വൈൻഡിങ് അപ്പിലും അതുപോലെ തന്നെ വോളണ്ടറി വൈൻഡിങ് അപ്പിലും ലിക്വിഡേറ്ററിൻ്റെ റോൾ എന്താണ്, സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ സ്റ്റാറ്റുട്ടറി പവർ ഓഫ് ദി ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഇൻ കമ്പൽസറി വൈൻഡിങ് അപ്പ്. കമ്പൽസറി വൈൻഡിങ് അപ്പിലെ ഒഫീഷ്യൽ ലിക്വിഡേറ്ററിൻ്റെ പവേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 5 മാർക്സ് ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണെങ്കിൽ നോക്കിയേ എക്സ്പ്ലെയിൻ ദ കോൺസിക്വൻസസ് ഓഫ് വൈൻഡിങ് അപ്പോൺ ആക്സിഡൻറ്റ് ആൻഡ് അതർ ട്രാൻസാക്ഷൻസ്. വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ഫോർ ഡിസോൾവിങ് എ ഡിഫൻറ്റ് കമ്പനി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല വർഷങ്ങളിൽ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡിഫൻറ്റ് കമ്പനിയുടെ ഡിസോൾവിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ്. നെക്സ്റ്റ് നോക്കിയാൽ എക്സ്പ്ലെയിൻ ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓവർ ലിക്വിഡേറ്റർ. അതുപോലെ നോക്കിയാൽ വാടാതെ അത് വീണ്ടും റിപ്പീറ്റ് അടിച്ച് വന്നേക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ വീണ്ടും റിപ്പീറ്റ് അടിച്ച് ചോദിച്ചുകൊണ്ടാണ് വീണ്ടും ആ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. നെക്സ്റ്റ് നോക്കിയാൽ ഹൗ ദ കാഷ്വൽ വേക്കൻസീസ് ഓഫ് ഓഡിറ്റേഴ്സ് ഫിൽഡ് ഇൻ എ കമ്പനി. Explain the exceptions to the contributor's right of set off where a limited right of set off is given. Distinguish between members voluntary winding up and creditors winding up. നോക്കിയാൽ what are the reasons for winding up of a company. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കമ്പനി വൈൻഡ് അപ്പ് ആവുന്നത്. അതുപോലെ നോക്കിയേ പ്രസൻറ്റ് കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ ലൈബിലിറ്റീസ് ഡിസ്കസ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ സർക്കംസ്റ്റാൻസസ് ഫോർ കമ്പൽസറി വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി.